നമുക്ക് ഇന്ന് മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി അറിയും. ദേശീയ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചുകൂടി വളരെ പ്രധാനമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഫലം. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളൊക്കെ വലിയ ആവേശം നൽകുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കടക്കം. മഹാരാഷ്ട്രയിലെ വിവരങ്ങൾ നൽകാൻ ഗൗതം ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഗൗതം, ഈ NCP ശിവസേന ഈ രണ്ട് പാർട്ടികൾക്ക് വളരെ നിർണായകമാണ് ഈ മഹാരാഷ്ട്ര ഇത്തവണത്തെ ഫലം. കഴിഞ്ഞ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം, കഴിഞ്ഞ 5 വർഷത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായതിൻ്റെ ഒരു വിലയിരുത്തലാകില്ലേ ഇത്തവണത്തെ ഫലം? വീണ, അതുതന്നെയാണ്. അതായത് കഴിഞ്ഞ 5 വർഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉരുത്തിരിയുന്നു. അതോടൊപ്പം തന്നെ കൂട് വിട്ട് കൂടുമാറുന്ന MLA-മാർ, 2 പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികൾ നടുവെ പിളർന്ന് ബദ്ധശത്രുക്കളായി മാറുന്നു. അങ്ങനെ വീണ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ആ സംസ്ഥാനം രൂപപ്പെട്ട 1960-ൽ രൂപപ്പെട്ട മഹാരാഷ്ട്ര സംസ്ഥാനത്ത് കടന്നുപോയ 7 പതിറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കാണ് 2019-നും 2024-നും ഇടയിൽ ആ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. അതിനാൽ അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം സ്വാഭാവികമായും മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും NCPക്കും ഇടയിൽ നടക്കുന്ന മത്സരം തന്നെയാണ്. കാരണം ഈ 2 പാർട്ടികൾ രണ്ടായി പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനാൽ ശിവസേനയെ സംബന്ധിച്ചും NCPയെ സംബന്ധിച്ചും ആരാണ് യഥാർത്ഥ ശിവസേന, ആരാണ് യഥാർത്ഥ NCP, ആർക്കൊപ്പമാണ് ജനങ്ങളുടെ മാൻഡേറ്റ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അഗ്നി പരീക്ഷയാണ് ഈ 2 പാർട്ടികൾക്കും ഇന്നത്തെ ദിവസത്തെ ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ അഭിപ്രായ സർവേകളും എല്ലാം വിരൽ ചൂണ്ടുന്നത് BJPക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. BJPയുടെ ഒരു പ്രധാനപ്പെട്ട സ്വാധീന കേന്ദ്രം തന്നെയാണ് മഹാരാഷ്ട്ര നിലവിൽ. അത് 2014 മുതൽ അങ്ങനെ തന്നെയാണ്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 122 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷി BJP ആയിരുന്നു. പിന്നീട് 5 വർഷം നമുക്കറിയാം ആ ചരിത്രം. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി 5 വർഷം അദ്ദേഹം മഹാരാഷ്ട്രയിൽ BJP ശിവസേന സഖ്യം മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. 2019 തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ കക്ഷിയായത് BJP തന്നെയാണ്. 105 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. പക്ഷേ അപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾ സംഭവിക്കുകയും അപ്രതീക്ഷിതമായി ശിവസേന BJP ബന്ധം ഉപേക്ഷിക്കുന്നതായി പറഞ്ഞുകൊണ്ട് പിന്നീട് കോൺഗ്രസുമായും NCPയുമായും സഖ്യം ചേർന്ന് അവിടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയതൊക്കെ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കം ശിവസേനയുടെ ഭാഗത്ത് നിന്നുണ്ടായതിനെ തുടർന്ന് അതിൻ്റെ അനന്തരഫലമാണ് പിന്നീട് ആ മഹാപ്രസ്ഥാനം രണ്ടായി പിളർന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. NCPക്കകത്തും സമാനമായ സംഭവങ്ങൾ രൂപപ്പെടുന്നു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ കക്ഷിയായി മാറുക BJP ആകുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ BJP അവിടെ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ശിവസേനയാണ് മുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ വരുന്ന ടേമിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ BJPക്ക് ഏതാണ്ട് വിജയം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടുള്ള ഒരു ഭരണത്തിനാകും BJP വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കുക. ഇന്നലെ മുംബൈയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചകളിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ വേണമെന്നത് സംബന്ധിച്ച് BJP പറഞ്ഞു. ശിവസേന അത് അംഗീകരിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകൾ കൂടുതൽ ഊർജിതമാക്കി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. വീണ, ഗൗതമിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാരണം ഇതിലൊരു ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്ന കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അതിനു മുമ്പൊന്ന് ജിഷ്ണുവിലേക്ക് പോകാം. ജിഷ്ണു ജാർഖണ്ഡിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ജാർഖണ്ഡിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ വലിയ തോതിൽ ചർച്ച അവിടെ തന്നെയുണ്ട്. JMMന്റെ ഭാവിയടക്കം ചർച്ച ചെയ്തുകൊണ്ട് BJP NDA സഖ്യത്തിന് വലിയ വിജയമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് അത്തരത്തിലൊരു വലിയ തോതിൽ ചർച്ചയായി മാറുമ്പോൾ ആ പ്രതീക്ഷകൾ അവിടെ നിന്ന് എന്തിൻ്റെ അടിസ്ഥാനം, അതായത് വെറും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ മാത്രമല്ല, കൃത്യമായ പ്രചരണ സമയത്ത് തന്നെ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിരുന്നതല്ലേ? അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടെടുപ്പിന് മുൻപായി നടന്നിരുന്നു. 2 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചരണം ഇന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. BJPയുടെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെ താരപ്രചാരകരെ മുഴുവൻ കളത്തിലിറക്കിക്കൊണ്ട് ജാർഖണ്ഡിന്റെ ഭരണം തിരിച്ചു പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരണമായിരുന്നു BJP നടത്തിയത്. ഒപ്പം JMMനെ സംബന്ധിച്ച് ഇത് അവരുടെ
നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ 5 വർഷം ഭരിക്കാനുള്ള അവസരം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഖനി അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ, പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കേണ്ടത് JMMന്റെ ഹേമന്ത് സോറന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നമുക്ക് ജാർഖണ്ഡിൽ നിന്ന് കാണേണ്ടി വന്നിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പരിശോധിക്കുമ്പോൾ 2 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള വോട്ടെടുപ്പിൽ 67.55% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% കൂടെ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ജാർഖണ്ഡ് പോലൊരു സംസ്ഥാനത്ത് 67% പോളിംഗ് എത്തുക എന്നുള്ളത് ഏറ്റവും മികച്ച പോളിംഗ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്ന സാഹചര്യം അത് ആർക്ക് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളും മുന്നണി ക്യാമ്പുകളും ഉള്ളത്. ഏതായാലും അതിന് വിരാമമിടാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന്, BJPക്ക് ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ജാർഖണ്ഡിൽ 2019 തെരഞ്ഞെടുപ്പിലാണ് അവിടെ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ഒപ്പം ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആകെ 24 വയസ്സ് മാത്രമാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിനുള്ളത്. 2000 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിമിഷം വരെ 2024 വരെ പരിശോധിക്കുമ്പോൾ ഒരേ ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ജാർഖണ്ഡിൽ 5 വർഷം തികച്ച് ഭരണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2014 തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ രഘുബർ ദാസ് മന്ത്രിസഭയ്ക്കാണ് 2014 മുതൽ 19 വരെ സുസ്ഥിരമായ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഗവൺമെന്റിനെ ജാർഖണ്ഡിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് മുൻപ് പരിശോധിക്കുമ്പോഴാണെങ്കിലും 2019 ശേഷം ഹേമന്ത് സോറൻ അധികാരത്തിലേറിയ ശേഷമാണെങ്കിലും മുഖ്യമന്ത്രിമാർക്ക് പല കാരണങ്ങൾ കൊണ്ട് രാജിവെച്ച് മാറേണ്ട അവസ്ഥയുണ്ട്. ഒപ്പം ഈ 24 വർഷത്തിനിടെ മാത്രം 2 തവണ രാഷ്ട്രപതി ഭരണം ഈ മുഖ്യമന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭ താഴെ വീഴുകയും ചെയ്യുന്ന വിവിധ കാരണത്താൽ 2 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായതും അല്ലാത്തതുമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും നാടകങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്നറിയാൻ ജാർഖണ്ഡ് മാത്രമല്ല ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുകയാണ്. BJP ഇത്തവണ 50 വരെ സീറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കുമെന്നൊരു സൂചന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം അഭിപ്രായ സർവേകളും അത്തരത്തിലാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 81 അംഗ നിയമസഭയിൽ 68 സീറ്റുകളിലേക്കാണ് BJP മത്സരിച്ചത്. സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 10 സീറ്റുകളും ഒപ്പം നിതീഷ് കുമാറിന്റെ പാർട്ടി 2 സീറ്റിലും LJP ചിരാഗ് പാസ്വാന്റെ പാർട്ടി 1 സീറ്റിലുമായിട്ടാണ് BJP NDA മുന്നണി ജാർഖണ്ഡിൽ കളത്തിലിറങ്ങിയത്. മറുവശം പരിശോധിക്കുമ്പോൾ JMMും കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇന്ത്യ മുന്നണി എന്നുള്ള സഖ്യം തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 സഖ്യവും തമ്മിൽ നേർക്കുന്ന ഒരു പോരാട്ടം, അതിനുമപ്പുറത്തേക്ക് BJPയും JMMും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ തവണ 2019 JMMനും ഹേമന്ത് സോറനും ഒപ്പം നിന്നിരുന്ന മേഖലകൾ, അവിടങ്ങളിൽ ചമ്പേ സോറനെ BJPയിലേക്ക് എത്തിച്ചതോടുകൂടി വലിയ മാറ്റം വരുത്താൻ സാധിക്കുമെന്നും കഴിഞ്ഞ തവണ പൂർണ്ണമായും JMMനൊപ്പം നിന്ന പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ വന്നിരുന്നു. ജാർഖണ്ഡിലെ ജനത വളരെ കൃത്യമായി BJPക്കൊപ്പം നിൽക്കും എന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളും ഒപ്പം JMMന്റെ അഴിമതി ഭരണവും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായും ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റം ആ വിഷയം വളരെയധികം രൂക്ഷമായി ഉന്നയിച്ചുകൊണ്ടും അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിനും അനധികൃതമായി നുഴഞ്ഞു കയറിയവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനും BJP സർക്കാർ ഉണ്ടാകും എന്നുള്ള കൃത്യമായ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ BJPയുടെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു. JMM നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷം ഹേമന്ത് സോറൻ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അത്തരം പദ്ധതികളിൽ ഊന്നിയായിരുന്നു JMM ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയതെങ്കിലും അവരെ വേട്ടയാടിയത് ഒന്ന് സ്ഥാനാർത്ഥി നിർണയവും
വിഭജനവുമായി ബന്ധപ്പെട്ട പരസ്യമായ വാക്പോര് കോൺഗ്രസ്, JMM, RJD നേതാക്കൾ തമ്മിലുണ്ടാവുകയും ലോക്സഭയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പരസ്യമായൊരു കയ്യാങ്കളിയിലേക്ക്, കയ്യേറ്റത്തിലേക്ക് ആ ഒരു തർക്കം പോയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ പരസ്യമായ കയ്യാങ്കളിയിലേക്ക് എത്തിയില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഈ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒപ്പം JMMന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന, ശക്തിയുള്ള നേതാവായിരുന്ന ചമ്പേ സോറൻ BJPയിലേക്ക് ചേക്കേറിയതും JMMനെയും ആ ഒരു സഖ്യത്തെയും വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ജാർഖണ്ഡ് ആർക്കൊപ്പം നിൽക്കും എന്നറിയാനുള്ളത്. BJP 2019 നഷ്ടപ്പെട്ടിട്ടുള്ള ഭരണം BJP തിരിച്ചു പിടിക്കുമോ, അതല്ലെങ്കിൽ JMM കോൺഗ്രസ് സർക്കാരിന്, കോൺഗ്രസ് മുന്നണിക്ക് ഒരു ആശ്വാസ ജയം ജാർഖണ്ഡ് ലഭിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ശരി ജിഷ്ണു.